അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, സത്യാന്വേഷികളെ, യാത്രക്കാരായ ആളുകൾ നമസ്കാരം ജംഉം ഖസ്റുമാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 10 പോയിൻ്റുകൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാമത്തത്, യാത്ര തുടങ്ങാതെ ജംഉം ഖസ്റുമാക്കാൻ പാടില്ല. ചില ആളുകൾ വീട്ടിൽ വെച്ച് തന്നെ ജമ്മാക്കും, അതുപോലെ തന്നെ ചിലർ ഖസ്റുമാക്കും. ഇത് രണ്ടും പാടില്ല. കാരണം യാത്രക്കാർക്കുള്ള ഇളവ് യാത്ര തുടങ്ങിയതിന് ശേഷമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് വീട്ടിൽ വെച്ച് തന്നെ ജംഉം ഖസ്റുമാക്കരുത്, അല്ലെങ്കിൽ വീടിൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയിൽ വെച്ച് ജംഉം ഖസ്റുമാക്കാൻ പാടില്ലാത്തതാണ്. പിന്നെ ജമ്മാക്കാൻ ഒരു അനുവാദമുണ്ട്. അതെപ്പോഴാണ്? നമ്മുടെ യാത്രയിലെവിടെയും നമുക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാവുകയില്ല, നമസ്കാരം ഖളാ ആയി പോകുന്നതുവരെ അങ്ങനെ ഒരു സൗകര്യമുണ്ടാവുകയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ബുദ്ധിമുട്ടിൻ്റെ സാഹചര്യം പരിഗണിച്ചു മാത്രം 2 നമസ്കാരങ്ങൾക്കിടയിൽ ജമ്മാക്കാം. അപ്പോഴും ഖസറാക്കാൻ പാടില്ല, ജമ്മാക്കാം. പക്ഷേ അതെപ്പോഴാണ് ആ കണ്ടീഷൻ? യാത്രയിലെവിടെയും നമുക്ക് സൗകര്യമുണ്ടാവുകയില്ല നമസ്കരിക്കാനെന്ന് ഉറപ്പുള്ളപ്പോൾ മാത്രം. അല്ലാത്ത നിലക്ക് യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ജമ്മും ഖസ്റുമാക്കുവാൻ പാടുള്ളൂ. ഇനി 2, അങ്ങനെ യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെ വെച്ചാണ് നമുക്ക് ജമ്മും ഖസ്റുമാക്കാൻ അനുവാദമുള്ളത്? നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള അങ്ങാടി കഴിഞ്ഞാൽ പിന്നെയുള്ള ഏതൊരു പള്ളിയിൽ വെച്ചോ സ്ഥലത്ത് വെച്ചോ നമുക്ക് ജുമുഉം ഖസ്റുമാക്കാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടും ആ വീടിൻ്റെ തൊട്ടടുത്തുള്ള അങ്ങാടികൾ, കെട്ടിടങ്ങൾ, അത് കഴിഞ്ഞ് പിന്നെ ലഭിക്കുന്ന ചിലപ്പോൾ ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞാലൊക്കെ നമുക്ക് മറ്റൊരങ്ങാടിയാണ് ലഭിക്കുന്നത്. അവിടെ വെച്ച് നമുക്ക് ജംഉമാക്കാം, ഖസ്റുമാക്കാം. അതാണ് രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. മൂന്നാമത്തത്, എപ്പോഴാണ്, എത്ര ദൂരമുള്ള യാത്രയാണ് ഇതിന് പരിഗണിക്കപ്പെടുന്നത്? 80 കിലോമീറ്റർ ഉള്ള ഏതൊരു യാത്രയും, അത് ഈ കാറിലായാലും ശരി, വിമാനത്തിലാണെങ്കിലും ശരി, ട്രെയിനിലാണെങ്കിലും ശരി, മറ്റേത് വാഹനത്തിലാകട്ടെ, 80 കിലോമീറ്റർ ദൂരമുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും ജമ്മാക്കാനും ഖസ്റാക്കാനും അനുവാദമുണ്ട്. എന്നാൽ അതേ സന്ദർഭത്തിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു, 80 കിലോമീറ്റർ ഇല്ലെങ്കിൽ പോലും ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള യാത്രകളുണ്ട്. ചില നാടുകളിലേക്ക് ചിലപ്പോൾ 40 50 കിലോമീറ്റർ ഉണ്ടാകും. പക്ഷേ യാത്രയുടേതായ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ ആ സന്ദർഭത്തിലും അവർക്ക് 80 കിലോമീറ്റർ തികയണമെന്ന് നിർബന്ധമില്ല. യാത്രയുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, യാത്ര എന്ന് പറയാവുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അപ്പോഴും അവർക്ക് ജംഉം ഖസ്റുമാക്കാം. എന്നാൽ എത്ര സുഖമുള്ള യാത്രയാണെങ്കിലും മിനിമം 80 കിലോമീറ്റർ ഉണ്ടെങ്കിൽ അവർക്കും ഈ ഇളവുകൾ ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ജംഉം ഖസ്റുമാക്കാൻ പറ്റുന്ന നമസ്കാരങ്ങൾ ഏതൊക്കെയാണ്? 1, ളുഹറും അസറും. ളുഹറും അസറും തമ്മിൽ നമുക്ക് ജംആക്കാം. അതേപോലെ തന്നെ ഇത് രണ്ടും നമുക്ക് ഖസ്റുമാക്കാം. അഥവാ ളുഹർ 2 റക്അത്ത് നമസ്കരിക്കുക, പിന്നെ അസർ 2 റക്അത്ത് നമസ്കരിക്കുക. അതേപോലെ തന്നെ മഗ്രിബും ഇശാഉം ജംആക്കാം. പക്ഷേ മഗ്രിബ് എന്ത് ചെയ്യാൻ പാടില്ല? ഖസ്റാക്കാൻ പറ്റില്ല, ചെറുതാക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ 3 റക്അത്ത് മുഴുവനായി നമസ്കരിക്കണം. എന്നാൽ ഇശാ നമുക്ക് ഖസ്റാക്കാം, 2 റക്അത്ത് മതി. പക്ഷേ മഗ്രിബും ഇശാവും ജമ്മാക്കാം, ളുഹറും അസറും ജമ്മാക്കാം. ശ്രദ്ധിക്കുക. പക്ഷേ എന്തു പാടില്ല? അസറും മഗ്രിബും ജമ്മാക്കാൻ പാടില്ല. അസറും മഗ്രിബും ജമ്മാക്കുവാൻ പാടില്ലാത്തതാണ്. അതേപോലെ തന്നെ സുബഹിയും ളുഹറും ജമ്മാക്കാൻ പാടില്ല. സുബഹിൻ്റെ കൂടെ ളുഹർ നമസ്കരിക്കുക, അത് പാടില്ല. അതേപോലെ തന്നെ ഇശാവും സുബയും ജമ്മാക്കാൻ പാടില്ല. ഇശാൻ്റെ കൂടെ സുബയും നമസ്കരിച്ച് കിടക്കുക, അത് പറ്റൂല. അപ്പോൾ നമുക്ക് ജമ്മാക്കാൻ പാടുള്ള നമസ്കാരം അത് ളുഹറും അസറുമാണ്. അതേപോലെ തന്നെ പിന്നെ മഗ്രിബും ഇശാവുമാണ്. പാടില്ലാത്തത് അസറും മഗ്രിബും പാടില്ല, ഇശാവും ഫജ്റും പാടില്ല, സുബയും ളുഹറും നമുക്ക് ജമ്മാക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഖസ്റാക്കാൻ പാടില്ലാത്തത് മഗ്രിബ് ഖസ്റാക്കരുത്, അത് 3 തന്നെ നമസ്കരിക്കണം. സുബഹിയും മുഴുവനായി, കാരണം നമുക്കറിയാം സുബഹി 2 റക്അത്താണ്, അത് 1 റക്അത്താക്കാൻ പാടില്ല. അപ്പോൾ അതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. അതേപോലെ തന്നെ 7ാമതായി നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ജുമഅയുടെ കൂടെ അസർ ജമ്മാക്കാൻ പാടില്ല. ഇതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം. കാരണം വെള്ളിയാഴ്ച ദിവസത്തെ നമസ്കാരം അത് പ്രത്യേക നമസ്കാരമാണ്. വെള്ളിയാഴ്ചയും അസറും ജമ്മാക്കുന്നതുമായി ബന്ധപ്പെട്ട് തെളിവുകളില്ല എന്നാണ് ധാരാളം പണ്ഡിതന്മാർ പറയുന്നത്. എന്നാൽ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞവരുമുണ്ട്. എങ്കിലും ഇവിടെ ഞാൻ പറയുന്ന അഭിപ്രായം എന്നുള്ളത് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം സൂക്ഷ്മതയ്ക്ക് വേണ്ടി ജുമയുടെ കൂടെ അസർ ജമ്മാക്കാതിരിക്കുക. എന്നാൽ യാത്രക്കാരായ ആളുകൾക്ക് ജുമാ നിർബന്ധമില്ലെങ്കിൽ
അവർ ലുഹറാണ് നമസ്കരിച്ചതെങ്കിൽ അസർ കൂടി നമസ്കരിക്കാം. എന്നാൽ ജുമഅയിൽ പങ്കെടുത്ത ആളുകളാണെങ്കിൽ അതിൻ്റെ കൂടെ അസർ നമസ്കരിക്കരുത് എന്നതാണ് ഭൂരിപക്ഷ അഭിപ്രായം. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. അതേപോലെ തന്നെ നമ്മൾ എട്ടാമതായ ഒരു പോയിൻ്റ് മനസ്സിലാക്കേണ്ടത്, ജമ്മാക്കൽ യാത്രക്കാരന് നിർബന്ധമുള്ള കാര്യമല്ല. ഖസ്റാക്കി നമസ്കരിച്ചു പോകാം. ഉദാഹരണത്തിന് ലുഹറിൻ്റെ സമയത്ത് 2, പിന്നെ അത് കഴിഞ്ഞ് അസറിൻ്റെ സമയത്താണ് നിർവഹിക്കുന്നത്, അപ്പോൾ 2. ഈ നിലക്ക് നമസ്കരിക്കുന്നതിന് തെറ്റൊന്നുമില്ല. ജമ്മാക്കുക എന്നുള്ളത് ഒരു നിർബന്ധമുള്ള കാര്യമല്ല. ഖസ്റായി കൊണ്ട് തന്നെ നമസ്കരിച്ചാലും കുഴപ്പമില്ല. എങ്കിലും യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യം ജമ്മും ഖസ്റും കൂടി ഒരുമിച്ച് നിർവഹിക്കലാണ് എന്ന് മാത്രം. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഒരു ഇമാമിൻ്റെ കൂടെ, ഒരു നാട്ടിലുള്ള ഇമാമിൻ്റെ കൂടെ യാത്രക്കാർ ചേരുകയാണെങ്കിൽ ആ ഇമാമിൻ്റെ നമസ്കാരം പൂർണ്ണമായും മൗമൂമിങ്ങളും നമസ്കരിക്കണം. നമ്മൾ യാത്രക്കാരാണെങ്കിലും ശരി. ഉദാഹരണത്തിന് ഒരു ഇമാമിൻ്റെ കൂടെ നമ്മൾ പങ്കെടുത്തു. ആ ഇമാം 4 റക്അത്ത് ലുഹറാണ് നമസ്കരിക്കുന്നത്. നമ്മൾ 2 റക്അത്തിന് ശേഷമാണ് അതിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഒരു യാത്രക്കാരൻ വിചാരിക്കുകയാണ്, യാത്രക്കാരന് 2 റക്അത്ത് മതിയല്ലോ, അതുകൊണ്ട് ഇമാമിൻ്റെ കൂടെ 2 റക്അത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാനും ഇമാമിൻ്റെ കൂടെ സലാം വീട്ടട്ടെ എന്ന് വിചാരിക്കാൻ പാടില്ല. പിന്നെയോ അയാൾ എഴുന്നേറ്റ് വീണ്ടും 2 റക്അത്ത് നമസ്കരിച്ച് അത് 4 തന്നെ നമസ്കരിക്കണം. കാരണം ഇമാം ഖസ്റാക്കാത്ത കാലത്തോളം ഏതൊരു ഇമാമിൻ്റെ പിറകിലാണോ നമ്മൾ നമസ്കരിക്കുന്നത് ആ ഇമാമിൻ്റെ നമസ്കാരമാണ് നമ്മുടെ നമസ്കാരം. അവർ ജമ്മും കസ്റുമാക്കുകയാണെങ്കിൽ നമുക്കും ജമ്മും കസ്റുമാക്കാം. എന്നാൽ അവർ മുഴുവൻ നമസ്കരിക്കുകയാണെങ്കിൽ നമ്മളും മുഴുവൻ നമസ്കരിക്കണം. അല്ലാതെ നമ്മുടെ റക്അത്ത് ഇത്ര മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അത്ര മതി എന്ന് പറഞ്ഞുകൊണ്ട് സലാം വീട്ടാൻ പാടില്ല എന്നതും പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ജമ്മും കസ്റുമായി നമസ്കരിക്കുമ്പോൾ ആദ്യത്തെ നമസ്കാരം, നമ്മൾ 2 നമസ്കാരങ്ങൾ തമ്മിൽ ജമ്മാക്കുകയാണെങ്കിൽ ആദ്യത്തെ നമസ്കാരത്തിന് നമ്മൾ ബാങ്കും ഇഖാമത്തും കൊടുക്കുക. എന്നാൽ രണ്ടാമത്തതിന് ഇഖാമത്ത് മാത്രം മതി, ബാങ്കിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.